അസ്സലാമു ഇസ്ലാമിക് ഹിസ്റ്ററി സീരീസിലെ 24-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്കിന്ന് കിടക്കാം. നമ്മളിന്ന് സംസാരിക്കുന്നത് ഖുർആനിൽ പറയപ്പെട്ട പ്രവാചകൻ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചാണ്. ഒരു സ്ത്രീ മലയ്ക്കടിയിൽ തനിച്ചായി കരയുന്നു. കയ്യിലൊരു കുഞ്ഞ്. ജനങ്ങൾ അവളെ കുറ്റപ്പെടുത്തുന്നു. പക്ഷേ അപ്പോൾ ആ കുഞ്ഞ് തന്നെ സംസാരിക്കുന്നു. അതായിരുന്നു ലോകത്തെ നടുക്കിയ അത്ഭുതം, മറിയം പുത്രനായ ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനനം. മറിയം ബീവി റളിയല്ലാഹു അൻഹ അള്ളാഹുവിനോട് വളരെയധികം ഭയമുള്ളൊരു സ്ത്രീയായിരുന്നു. ഒരു ദിവസം ജിബ്രീൽ അലൈഹി ഇസ്ലാം അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് അവരോട് പറയുന്നുണ്ട്, അള്ളാഹു നിന്നെ തിരഞ്ഞെടുത്തു ഒരു വിശുദ്ധ പുത്രനെ നൽകാനായി. അപ്പോൾ മറിയം ബീവി റളിയല്ലാഹു അൻഹ വിസ്മയിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, എനിക്കൊരു പുരുഷനും സ്പർശിച്ചിട്ടില്ല, എങ്ങനെ എനിക്കൊരു മകനുണ്ടായിരിക്കും? ജിബ്രീൽ മറുപടി നൽകി, അള്ളാഹു പറയുന്നത് സംഭവിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനനം തന്നെയായിരുന്നു അള്ളാഹുവിൻ്റെ ശക്തിയുടെ തെളിവ്. ഒരു പുരുഷനില്ലാതെ ജനിച്ച മകനെ കാണിച്ച് അള്ളാഹു മനുഷ്യരോട് പറഞ്ഞു വന്ന പോലെ, ഞാനാണ് സൃഷ്ടാവൻ. മറിയം കുഞ്ഞിനെ എടുത്ത് ജനങ്ങളിലേക്ക് എത്തിയപ്പോൾ അവർ പരിഹസിച്ചു, മറിയമേ, നീ വലിയ പാപം ചെയ്തുവല്ലോ. മറിയം ഒന്നും പറഞ്ഞില്ല. അവൾ കുഞ്ഞിലേക്ക് വിരൽ ചൂണ്ടി. അപ്പോൾ ആ കുഞ്ഞ് തന്നെ പറഞ്ഞു, ഞാൻ അള്ളാഹുവിൻ്റെ ദാസനാകുന്നു. അവൻ എനിക്ക് കിതാബ് നൽകി എന്നെ നബിയായി നിയമിക്കുകയും ചെയ്തു. കുഞ്ഞിൻ്റെ വാക്കുകൾ കേട്ട് ജനങ്ങൾ ഒരു നിമിഷം നിശബ്ദരായി. അവൻ കുട്ടിയല്ല, അവൻ അള്ളാഹുവിൻ്റെ ദൂതനായി ജനിച്ച അത്ഭുതമായ ബാലൻ തന്നെ. വർഷങ്ങൾക്ക് ശേഷം ഈസാ നബി അലൈഹി ഇസ്ലാം തൻ്റെ ദൗത്യം ആരംഭിച്ചു. അദ്ദേഹം അവരോട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളിലേക്ക് അള്ളാഹുവിൻ്റെ ദൂതനായി എത്തിയിരിക്കുന്നു, തൗറാത്ത് സ്ഥിരീകരിക്കാനും ഇഞ്ചീൽ നൽകാനും. അവൻ്റെ ദൗത്യം വ്യക്തമായിരുന്നു, മനുഷ്യരെ ദൈവത്തിലേക്ക് തിരികെ കൊണ്ടുവരിക. ഈസാ നബി അലൈഹി ഇസ്ലാം അവരോട് പറഞ്ഞു, എന്നെ ആരാധന ചെയ്യരുത്, ആരാധിക്കേണ്ടത് എന്നെ സൃഷ്ടിച്ച അള്ളാഹുവിനെ മാത്രമാണ്. അള്ളാഹു തആല ഈസാ നബി അലൈഹി ഇസ്ലാമിന് ഒരുപാട് അത്ഭുതങ്ങൾ നൽകിയിരുന്നു. അദ്ദേഹം കുരുടനെയും കുഷ്ഠരോഗിയെയും പെട്ടെന്ന് സുഖപ്പെടുത്തുമായിരുന്നു. മണ്ണിൽ നിന്ന് പക്ഷിയെ സൃഷ്ടിച്ച് അതിന് ജീവൻ നൽകി, മരിച്ചവരെ ജീവനോടെ ഉയർത്തി. പക്ഷേ അദ്ദേഹം എല്ലായ്പ്പോഴും പറഞ്ഞു, ഇതെൻ്റെ കഴിവല്ല, അള്ളാഹുവിൻ്റെ അനുമതിയാലാണ്. അദ്ദേഹം ഓരോ അത്ഭുതങ്ങൾ കാണിക്കുന്നതും തൻ്റെ ദൈവത്വം തെളിയിക്കാനല്ലായിരുന്നു, മറിച്ച് അള്ളാഹുവിൻ്റെ ശക്തി തെളിയിക്കാനായിരുന്നു. ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ സന്ദേശം കേട്ട് ചിലർ ഹൃദയം തുറക്കുകയും മറ്റു ചിലർ കണ്ണടയ്ക്കുകയും ചെയ്തു. യഹൂദന്മാർ അദ്ദേഹത്തെ നിഷേധിച്ചു, കൊല്ലാനുള്ള ഗൂഢാലോചന നടത്തി. അവർ അദ്ദേഹത്തെ പിടിച്ച് ശിലുവയിൽ തറക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഖുർആൻ പറയുന്നു, അവർ അവനെ കൊന്നതുമില്ല, ശിലുവയിൽ തറച്ചതുമില്ല, പക്ഷേ അവർക്ക് അതുപോലെ തോന്നിച്ചു. സത്യം അതുതന്നെയായിരുന്നു. അള്ളാഹു അദ്ദേഹത്തെ സംരക്ഷിച്ചു, ആകാശത്തേക്ക് ഉയർത്തി. ഈസാ നബി അലൈഹി ഇസ്ലാം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കൽ അദ്ദേഹം ഭൂമിയിലേക്ക് തിരിച്ചു വരും. ഖിയാമത്ത് നാളിനോടടുത്ത് ഈസാ നബി അലൈഹി ഇസ്ലാം ഭൂമിയിൽ ഇറങ്ങും. ദജ്ജാലിനെ നശിപ്പിക്കുകയും നീതി പുനഃസ്ഥാപിക്കുകയും ചെയ്യും. അദ്ദേഹം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലെ ഒരാളായി ജീവിക്കും. അദ്ദേഹം ഹജ്ജും ഉംറയും ചെയ്യും. പിന്നീട് മനുഷ്യരുടെ പോലെ മരിക്കുകയും മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപം അടക്കം ചെയ്യപ്പെടുകയും ചെയ്യും. ഇതാണ് പ്രവാചകൻ്റെ അവസാന ദൗത്യം, ഭൂമിയിൽ നീതി പുനഃസ്ഥാപിക്കുക. അള്ളാഹു ഒരുവൻ മാത്രമാണ്. ഈസാ നബി അലൈഹി ഇസ്ലാം മറിയം ബീവിയുടെ പുത്രനാണ്. മനുഷ്യർ പല കഥകളും പറഞ്ഞു, പക്ഷേ സത്യം എപ്പോഴും ഒരേ ഒന്നാണ്, അള്ളാഹു പറയുന്ന സത്യം.